നിങ്ങൾ അറിഞ്ഞോ? കർണാടകയിലെ ബാംഗ്ലൂരിലെ ആ നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് എല്ലാം കളത്തിലിറങ്ങി മലയാളി വിദ്യാർത്ഥികളുടെ ഇടയിലെ മയക്കുമരുന്ന് ഇടപാടും കാര്യങ്ങളൊക്കെ സോൾവ് എല്ലാം തീർന്നു. ഓക്കെ, രക്ഷിതാക്കളെ കമോൺ കമോൺ, കുട്ടികളെ വരൂ വരൂ, പഠിച്ചോ, കുഴപ്പമൊന്നുമില്ല. അപ്പൊ എല്ലാം തീർന്നല്ലോ, ഇനി ഞാൻ പറയണ്ടല്ലോ. ഓക്കെ, എന്നാ ബൈ. അയ്യോ, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. നിങ്ങളിത് കണ്ടോ? കർണാടക DGPയുടെ അടുത്ത് പരാതി കൊടുത്ത് സേ നോ ടു ഡ്രഗ്സ് പോയത് ആരൊക്കെയാന്ന് മനസ്സിലായോ? ഈ വാർത്തകളൊക്കെ വന്നതിന് ശേഷം കർണാടക DGP സ്ട്രോങ് ആണ്, അദ്ദേഹത്തിന് നമുക്ക് കൈയടി കൊടുക്കാം. ഒരുപാട് നിയന്ത്രണങ്ങൾ വരുന്നു. എന്നാലും DGP സാറേ, ആ വന്ന രണ്ട് മാന്യന്മാരുണ്ടല്ലോ, ആ കോളേജിന്റെ ഒരു ചെയർമാനും പിന്നെ രാജീവ് ഗാന്ധിയുടെ ഒരു സെനറ്റ് മെമ്പറും ഒക്കെ, പറ്റുമെങ്കിൽ യുവമാരുടെ പേരിൽ ഒരു FIR രജിസ്റ്റർ ചെയ്തിട്ട് യുവമാരുടെ കോളേജിൽ ഇവന്മാരുടെ സ്ഥാപനങ്ങൾ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊന്ന് അന്വേഷിക്കുക. യൂണിവേഴ്സിറ്റി അനങ്ങത്തില്ല. ഈ കാര്യം യുവമാർ യൂണിവേഴ്സിറ്റിയായിട്ട് ബന്ധമാ. കാണാമെന്ന് ഒരുത്തൻ സെനറ്റ് മെമ്പറാ, അവൻ എങ്ങനെയാണ് അവിടെ കയറിക്കൂടിയതെന്ന് അന്വേഷിക്കണം. അത് നിങ്ങൾ അന്വേഷിക്കത്തില്ല, യൂണിവേഴ്സിറ്റിക്ക് പരാതിയില്ല. കാരണം അതൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതേപോലെ ഈ സെനറ്റ് മെമ്പർ ഈ കൊല്ലം ഒരുപാട് കോളേജ് ഇൻസ്പെക്ട് ചെയ്യാൻ പോയായിരുന്നു. അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഒന്ന് പരിശോധിക്കണം. യൂണിവേഴ്സിറ്റി ചെയ്യത്തില്ല. എല്ലാം മറ്റേ ഒരു മൊട്ടത്തലേനുണ്ടല്ലോ, അയ്യോ വലിയ പാർട്ടിയാ, എല്ലാവരും കൂടെ എന്റെ ആദ്യത്തെ ഒരു ചാനൽ പൂട്ടിച്ച. പിന്നെ ഭയങ്കര പാർട്ടിയാ, കോടതി പോയി ഒരു ഇഞ്ചക്ഷൻ ഓർഡർ എടുത്ത് പൂട്ടിച്ചു. അന്നേരം ഈ 2.8 ഉള്ളായിരുന്നു, ഞാനത് വിട്ടു. ഇപ്പൊ 15 ഉണ്ട്. ഫസ്റ്റ് പാർട്ടികളാ, മാന്യന്മാരാണ്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവന്മാർക്കൊന്നും അറിയത്തില്ലായിരുന്നോ ഇവിടെ ഈ മയക്കുമരുന്ന് പരിപാടിയൊക്കെ ഉണ്ട്, നേരത്തെ ഉണ്ടെന്നുള്ള അറിയത്തില്ലായിരുന്നോ? കോളേജ് അഡ്മിഷൻ എടുക്കാൻ വരുന്ന കുട്ടികൾക്ക് ഒരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ടല്ലോ, ആ മെഡിക്കൽ ചെക്കപ്പ് നടത്തുമ്പോൾ അറിയത്തില്ലായിരുന്നോ നർക്കോട്ടിക് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്? പിന്നെ ഇപ്പോഴാണോ ഇതെല്ലാം പൊട്ടി വിളച്ചപ്പോ ഒരു പത്രക്കുറിപ്പുമായിട്ട് അതെ ഇതാണ് പ്രസ് റിലീസ്, ഏതൊരു അസോസിയേഷന്റെ പേരും എല്ലാം തോന്നി ഇങ്ങോട്ട് പോന്നേക്കാൻ. കഷ്ടമുണ്ടേ. നർക്കോട്ടിക് ഈസ് എ ഡേർട്ടി ബിസിനസ്, അത് ശരിയാ. ഇതൊക്കെ നേരത്തെ കണ്ട് അതിനൊക്കെ മുൻകരുതൽ എടുക്കണമായിരുന്നു. ഇപ്പോഴാണോ നിങ്ങൾ ഇറങ്ങി തിരിച്ചത്? നിങ്ങളുടെ അഡ്മിഷനൊക്കെ കുറേത് കണ്ടപ്പോ ഇറങ്ങി തിരിച്ചു അല്ലേ? കൊള്ളാം, നല്ല കാര്യം. ഏതായാലും കാര്യങ്ങൾ മുമ്പോട്ട് പോട്ടെ. അകപ്പെട്ടു പോകുന്ന രക്ഷിതാക്കളോടും വിദ്യാർത്ഥികളോടും ഒന്നും പറയാനില്ല, സഹതാപം മാത്രം. ഈ മലയാളികൾ ഉൾപ്പെടുന്ന കർണാടക മാഫിയയുടെ ഒരു കാര്യം പറയാം. എന്റെ അടുത്ത കാല് മാത്രം വെട്ടിക്കളയല്ല, ഒരു കാല് പോയി, എല്ലാവരും അത് വെട്ടിക്കളഞ്ഞു. അടുത്ത കാല് മാത്രമായിട്ട് വെട്ടില്ല, കഴുത്തങ്ങ് കണ്ടിച്ചേക്കണം. എവിടെയെങ്കിലും ഒരല്പം അനക്കം ഉണ്ടെങ്കിൽ ഞാൻ പ്രതികരിക്കും.